നമസ്കാരം. അർണോൾഡ് ഷ്വാസ്നഗർ ജീവിത വിജയത്തിൻ്റെ പര്യായം, ചാപ്റ്റർ 23, പൊളിറ്റിക്കൽ പ്രോപ്പസിഷൻ. 1994 ആദ്യമായി ഒരു തോന്നൽ രാഷ്ട്രീയത്തിലേക്ക് വരണം. കാരണക്കാരൻ അന്നത്തെ കാലിഫോർണിയ ഗവർണറായിരുന്നു. അർണോൾഡ് അക്കാലത്ത് ഗവർണേഴ്സ് ഫിറ്റ്നസ് കൗൺസിലിൽ മെമ്പറായിരുന്നു. ഒരു കൗൺസിൽ മീറ്റിങ്ങിനിടയിൽ അന്നത്തെ ഗവർണർ പീറ്റ് വിൽസൺ അർണോൾഡിനോട് പറഞ്ഞു, അർണോൾഡ്, താനൊക്കെ ശരിക്കും ഗവർണർ ആവണം. കിൻഡർ ഗാർട്ടൻ കോപ്പിലൊക്കെ അഭിനയിച്ചതല്ലേ, അതുകൊണ്ട് സെനറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. കിൻഡർ ഗാർട്ടൻ കോപ്പ് എന്ന് പറഞ്ഞാൽ 1990 വന്ന അർണോൾഡിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയാണ്. അതിൽ അർണോൾഡ് ഒരു സീക്രട്ട് പോലീസ് ഓഫീസറുടെ വേഷം, പക്ഷേ ഒരു മയക്കുമരുന്ന് വ്യാപാരിയെയും സംഘത്തെയും പിടിക്കുന്നതിനായിട്ട് സ്കൂൾ ടീച്ചറായിട്ട് അഭിനയിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിൽ അഭിനയിക്കുന്നത്. ആ സിനിമ പിന്നെ മലയാളത്തിൽ റീമേക്ക് ചെയ്തിട്ടുണ്ട്, മോഹൻലാൽ നായകനായിട്ട് ഒളിമ്പ്യൻ അന്തോണി ആദം എന്നുള്ള പേരിൽ. അതവിടെ ഒരു ചിരി ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു. കാരണം സെനറ്റിലുള്ളവരൊക്കെ കുട്ടികളെ പോലെയാണ്, അവരെ കൺട്രോൾ ചെയ്തൊരു ഗവർണർ മുന്നോട്ട് പോകണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നാണ് പീറ്റ് വിൽസൺ ഉദ്ദേശിക്കുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ വന്ന സിൽവസ്റ്റർ സ്റ്റാലോണിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, ഡിമോളിഷൻ മാൻ. അതിൽ രസകരമായ ഒരു കഥയാണ്. 2032 നടക്കുന്ന കഥയായിട്ടാണ് അതിൽ കാണിക്കുന്നത്. അതിൽ സിൽവസ്റ്റർ സ്റ്റാലോണിന്റെ കഥാപാത്രം ചെന്ന് കയറുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഒരു ലൈബ്രറി. ആ ലൈബ്രറിയുടെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ബോർഡ് അർണോൾഡ്സ് പ്രസിഡൻഷ്യൽ ലൈബ്രറി എന്നാണ്. അതായത് അർണോൾഡ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുകയും ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ലൈബ്രറി അവിടെ ഫോം ചെയ്യുകയും ചെയ്തു. പക്ഷേ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യമാണ്, അമേരിക്കൻ ഭരണഘടന അനുസരിച്ച് അർണോൾഡിന് അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ പറ്റില്ല. അത് അമേരിക്കയിൽ ജനിച്ചു വളർന്ന ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. എന്നാലും അർണോൾഡ് ആലോചിക്കും, എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? കാരണം 1947 അർണോൾഡ് ജനിക്കുമ്പോൾ ഓസ്ട്രിയ സഖ്യകക്ഷികളുടെ മരണത്തിന് കീഴിലാണ്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അമേരിക്കയും. അപ്പോൾ അമേരിക്കയുടെ ഒരു സ്ഥലം തന്നെ ആയിരുന്നില്ലേ ഓസ്ട്രിയ എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചു. പക്ഷേ ചിന്തിച്ചുകൊണ്ടിരിക്കാന്നേ ഉള്ളൂ, കാര്യമൊന്നുമില്ല. ഏതായാലും ആ ചിന്തയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആഗ്രഹമാണ്, ഏതായാലും ഗവർണറാവാം, അതിൽ തെറ്റില്ല. അമേരിക്കൻ ഭരണഘടന അനുസരിച്ച് ഏതൊരു അമേരിക്കൻ സിറ്റിസനും ഗവർണറായിട്ട് വരാം. അതിന് അമേരിക്കയിൽ ജനിച്ചു വളരണമെന്നില്ല. പിന്നെ അതല്ലെങ്കിൽ അമേരിക്കൻ പാർലമെൻറ്റിലെ ഒരു സെനറ്റർ ആവാം. പക്ഷേ 432 സെനറ്റർമാരിൽ ഒരാളായിട്ടിരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. കാരണം ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കറിയാമല്ലോ, ടു ബി യുണീക്ക്. ഏതായാലും എന്നെങ്കിലും ഒരിക്കൽ കാലിഫോർണിയ ഗവർണർ ആവണം എന്നുള്ളൊരാഗ്രഹം അങ്ങനെ 1994 മനസ്സിലെങ്ങനെ ഉടലെടുക്കുകയാണ്. അദ്ദേഹം സെറ്റിൽ ചെയ്തിരിക്കുന്ന ലോസ് ആഞ്ചലസും സാന്റാ മോണിക്കയൊക്കെ കാലിഫോർണിയ സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. അമേരിക്കയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റാണ്. ഈ ലോകത്തിലെ പല രാജ്യങ്ങളെക്കാൾ വലിയൊരു സ്റ്റേറ്റാണ് ഈ കാലിഫോർണിയ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വർഷത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് തന്നെ പല രാജ്യങ്ങളുടെയും ബഡ്ജറ്റിനേക്കാൾ വലിയൊരു തുകയാണ്. അത്തരം ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറാവുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പല ആശയങ്ങളും അവിടെ നടപ്പിലാക്കാം. അത്ര എളുപ്പമൊന്നുമല്ല, ഗവർണറായതുകൊണ്ട് മാത്രം നടപ്പിലാക്കാനൊന്നും പറ്റില്ല. സെനറ്റിൻ്റെയും അതുപോലുള്ള സഭകളുടെയൊക്കെ അംഗീകാരം വേണം. അത് ഏതൊരു ജനാധിപത്യ രാജ്യത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടുണ്ടെന്നും പറഞ്ഞാൽ അത് നടപ്പിലാക്കാൻ പറ്റില്ല. നല്ലത് ചെയ്യുന്നവരെ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ മറ്റുള്ളവരുടെ രീതി. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് അതുവരെ ഇടപെട്ടിട്ടില്ല. ചില രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ റിപ്പബ്ലിക്കൻ ഗവർണർമാരുടെയും പ്രസിഡന്റുമാരുടെയൊക്കെ ഇലക്ഷൻ ക്യാമ്പയിനിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതിനപ്പുറം ഒരു രാഷ്ട്രീയ പ്രവർത്തനം അർണോൾഡിനുണ്ടായിട്ടില്ല. മാത്രമല്ല സിനിമയിൽ സജീവമായി വീണ്ടും വന്നു. ആ കാലഘട്ടത്തിൽ വർഷത്തിൽ 2 സിനിമ എന്നുള്ള രീതിയിൽ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ 1999 കാലിഫോർണിയയിൽ ഗവർണർ ഇലക്ഷൻ കഴിഞ്ഞു. പീറ്റ് വിൽസനെ തോൽപ്പിച്ച് ഗ്രേ ഡേവിസ് എന്ന ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഗവർണറായി. ആ സമയം കാലിഫോർണിയ
സാമ്പത്തികമായി അങ്ങനെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയമാണ്. പ്രധാനപ്പെട്ടൊരു കാര്യം സിലിക്കൺ വാലി. ആ കാലഘട്ടം എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് വ്യവസായത്തിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും എല്ലാം ഒരു കുതിപ്പിന് തുടക്കം കുറിക്കുന്ന കാലഘട്ടമാണ്. സ്വാഭാവികമായിട്ടും കാലിഫോർണിയ സ്റ്റേറ്റിലാണ് ഈ സിലിക്കൺ വാലി. അവരുടെ റവന്യൂ കൂടുന്നതിനനുസരിച്ച് കാലിഫോർണിയ സ്റ്റേറ്റിൻ്റെ ടാക്സ് ഇൻകം കൂടിക്കൊണ്ടിരിക്കും. സ്വാഭാവികമായും കാലിഫോർണിയ സ്റ്റേറ്റിൻ്റെ ബഡ്ജറ്റ് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ വന്ന ഒരു അധിക വരുമാനം, അർണോൾഡ് ഗവർണേഴ്സ് കൗൺസിലിൽ അപ്പോഴും മെമ്പറാണ്. ഇവിടെ ക്ലിൻ്റനെ പോലെ പ്രസിഡന്റ് മാറുമ്പോഴേക്കും രാജിവെക്കാൻ പറഞ്ഞതുപോലെയൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആ കൗൺസിലിൽ അർണോൾഡിന് നിർദ്ദേശം വെച്ചു, ഇങ്ങനെ കൂടുതൽ വരുമാനം വരുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം. ഭാവിയിൽ എന്തെങ്കിലും ഈ വരുമാനം ചിലപ്പോൾ താഴേക്ക് പോകും, അന്നും ഗവൺമെൻറ്റിന് പിടിച്ചു നിൽക്കണം. പക്ഷേ കൗൺസിൽ വയ്ക്കുന്ന നിർദ്ദേശം ഗവർണർ അനുസരിക്കണമെന്നില്ല. കാരണം കൗൺസിലിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ല. ഗവർണർ ചെയ്തത് മറ്റു ചില കാര്യങ്ങളായിരുന്നു. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനൊക്കെ അങ്ങ് കൂട്ടി, മറ്റ് ചില ചെലവുകളെല്ലാം കൂട്ടി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2000 മാർച്ചിൽ പെട്ടെന്ന് ഷെയർ മാർക്കറ്റുകളെല്ലാം ഇടിയുന്നു. സിലിക്കൺ വാലിയിലെ റവന്യൂ കുറയുന്നു. പ്രധാനപ്പെട്ട കാരണം ഈ ഷെയർ മാർക്കറ്റിലൊന്ന് ഈ സിലിക്കൺ വാലിയിലെ ഒരുപാട് കമ്പനികളിൽ വളരെയധികം ആൾക്കാർ ഷെയർ എടുത്തിരുന്നു, വളരെയധികം വാല്യൂ ഉള്ള ഷെയർസ്. പക്ഷേ അതിൽ പല കമ്പനികളും തട്ടിക്കൂട്ട് കമ്പനികളായിരുന്നു. അന്നത്തെ ഒരു വാചകം തന്നെ ഇതായിരുന്നു, തുടക്കത്തിൽ ഈ എന്നോ അവസാനത്തിൽ കോം എന്ന് കണ്ടോ ജനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. ആയത് ആ ഒരു കാലഘട്ടത്തോടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതോടെ ഷെയർ മാർക്കറ്റ് ഡൗണായി, സിലിക്കൺ വാലിയിലെ വരുമാനം കുറഞ്ഞു, ടാക്സും കുറഞ്ഞു. സ്വാഭാവികമായിട്ടും കാലിഫോർണിയ സ്റ്റേറ്റ്, അമേരിക്കയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ്, അമേരിക്കയിലെ ഏറ്റവും വലിയ ബഡ്ജറ്റുള്ള സ്റ്റേറ്റ്, വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറി. ആ കാലഘട്ടത്തിൽ തന്നെ ഈ കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. ഇലക്ട്രിസിറ്റി ക്രൈസിസ്. ഇലക്ട്രിസിറ്റി ഡിമാൻഡ് കൂടി, അതിനനുസരിച്ച് പ്രൊഡക്ഷൻ ഇല്ല. അത്തരം ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് തിരിയാണ് ആ സമയത്ത് നമ്മുടെ ഗവർണർ. ഇതൊക്കെ നേരിടാൻ ഗവർണർ കണ്ടുപിടിച്ച ചില മാർഗങ്ങൾ പക്ഷേ ജനങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നതായിരുന്നില്ല. ടാക്സ് എല്ലാം വർദ്ധിപ്പിച്ചു. ടാക്സ് വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ പോകുന്നത് ബിസിനസ് കുറയും. ബിസിനസ് കുറയുമ്പോൾ അതിനനുസരിച്ച് ടാക്സ് കുറയും. അതല്ലെങ്കിൽ ടാക്സ് കുറഞ്ഞ സ്റ്റേറ്റുകളിലേക്ക് ബിസിനസ്സുകൾ മാറിപ്പോകും. അതുകൊണ്ട് ടാക്സ് ഒക്കെ വർദ്ധിപ്പിക്കുന്നത് പലപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക. ഇത് ആലോചിക്കണമെങ്കിൽ തലയ്ക്കകത്ത് ആൾതാമസം വേണം. ഇലക്ട്രിസിറ്റി ക്രൈസിസിന് പരിഹാരമായിട്ട് ഗവർണർ നടപ്പിലാക്കിയ ഒരു കാര്യം, ക്രിസ്മസ് ലൈറ്റുകൾ. അമേരിക്കയിലൊക്കെ വളരെ ആഘോഷമായിട്ട് കൈകാര്യം ചെയ്യുന്നൊരു ഉത്സവമാണ് ക്രിസ്മസ്. ആ ക്രിസ്മസ് ലൈറ്റുകൾ ഓൺ ചെയ്യുന്നു, 1 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്യുന്നു. 1 മിനിറ്റിൽ കൂടുതൽ ആരും ക്രിസ്മസ് ലൈറ്റ് കത്തിക്കരുത് എന്നൊരു നിർദ്ദേശം. ഇതൊക്കെ വ്യാപകമായ എതിർപ്പുകൾ ക്ഷണിച്ചു വരുത്തിയ കാര്യങ്ങളായിരുന്നു. ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെയൊന്നുമല്ല എന്ന് അർണോൾഡ് പലപ്പോഴും പറയുന്നുണ്ട്. അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ഒരു പ്രത്യേക കമ്പനിക്ക് കൊടുത്തിരിക്കുകയാണ്, എൻറോൺ എന്നുള്ള കമ്പനിക്ക്. അവരെ കൊണ്ട് മുഴുവൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റു കുറച്ച് കമ്പനികളെയും കൂടി ഇത് ഏൽപ്പിക്കണം. അതേയില്ല. ഏകദേശം ഈ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ 2 വർഷത്തോളം കടന്നുപോയി. 2002 അടുത്ത ഗവർണർ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. ആ സമയത്ത് അർണോൾഡിനൊരു തോന്നൽ, ഒന്ന് മത്സരിച്ചാലോ. അതിന് അദ്ദേഹം മുൻ ഗവർണർ പീറ്റ് വിൽസന്റെ പൊളിറ്റിക്കൽ ചീഫായിരുന്ന ബോബ് വൈറ്റ് എന്ന വ്യക്തിയെ കോണ്ടാക്ട് ചെയ്തു. അവര് അത്തരം ഒരു സാധ്യത പരിശോധിക്കുന്നതിനായിട്ട്, ഈ ബോബ് വൈറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ ഏജൻസി തന്നെ ഉണ്ട്, ഒരു അഭിപ്രായ സർവേ നടത്തി. അഭിപ്രായ സർവേയിൽ ജനങ്ങളോട് 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. അർണോൾഡ് ഷ്വാസ്സനഗറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ്, ആരും കുറ്റമൊന്നും പറയുന്നില്ല. അടുത്ത ചോദ്യം,
ഒരു സൂത്രപ്പണിയായിരുന്നു. അടുത്ത ഗവർണറായി അർണോൾഡ് ഷ്വാസ്നർ വരുന്നതാണോ ഗ്രേ ഡേവിസ് വരുന്നതാണോ നിങ്ങൾക്ക് താല്പര്യം? ഭൂരിപക്ഷം പേരുടെ ഉത്തരം ഗ്രേ ഡേവിസ് എന്ന് തന്നെയായിരുന്നു. അതായത് ഇത്രയും പ്രതിസന്ധിയുടെ ഇടയിലും ഗ്രേ ഡേവിസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കൂടുതലാണ്. അങ്ങനെ അവർ തീരുമാനിച്ചു, ഇപ്പം ഇലക്ഷന് മത്സരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയല്ല, ഇലക്ഷന് മത്സരിച്ചാൽ തോൽക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. പക്ഷേ ഒപ്പം അതിനോടൊരു കാര്യം തീരുമാനിച്ചു, രാഷ്ട്രീയത്തിലൊരു സാന്നിധ്യം നിലനിർത്തണം. ഇലക്ഷന് നേരിട്ട് മത്സരിക്കുന്നില്ലെങ്കിലും ജനങ്ങൾക്കിടയിൽ ഒരു പ്രവർത്തനം വേണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഈ കാലിഫോർണിയ എന്നല്ല, അമേരിക്കയിലെ പല സ്റ്റേറ്റിൻ്റെയും ഭരണഘടന അനുസരിച്ചുള്ള ഒരു പ്രത്യേകതയാണ് വോട്ടേഴ്സ് പ്രോപ്പോസിഷൻ. അതായത് ജനങ്ങൾക്ക് ഒരു പ്രത്യേക കാര്യം നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് അതിനൊരു ക്യാമ്പയിൻ നടത്താം, അതിനൊരു വോട്ടെടുപ്പ് നടത്തും. ആ വോട്ടെടുപ്പിൽ ആ ഒരു ആശയത്തിന് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ അത് ഗവൺമെൻറ് നടപ്പിലാക്കിയിരിക്കണം. 1978 അർണോൾഡ് അമേരിക്കയിലെത്തി ഏകദേശം 10 കൊല്ലം കഴിയുന്ന സമയത്ത് അത്തരം ഒരു വോട്ടേഴ്സ് പ്രോപ്പോസിഷൻ അദ്ദേഹം നേരിട്ട് കാണുകയാണ്. പ്രോപ്പോസിഷൻ നമ്പർ 13. കാലിഫോർണിയ സ്റ്റേറ്റിലെ ബിൽഡിംഗ് ടാക്സുകൾ ആ സമയത്ത് വല്ലാതെ വർദ്ധിപ്പിച്ചിരുന്നു. അത് കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വോട്ടേഴ്സ് പ്രോപ്പോസിഷൻ നടന്നു. അതിന് വൻ ഭൂരിപക്ഷം ലഭിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഗവൺമെൻറ് ബിൽഡിംഗ് ടാക്സ് പഴയതുപോലെ ആക്കി മാറ്റി. അർണോൾഡിൻ്റെ മനസ്സിൽ മുമ്പേ ഉള്ള ഒരാശയമായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയുള്ള ആക്ടിവിറ്റീസ്. കുട്ടികൾ സ്കൂൾ ടൈം കഴിഞ്ഞ് വീട്ടിലെത്തുന്നതിനിടയിലുള്ള ടൈമിൽ പല ക്രൈംസും നടക്കുന്നു. അദ്ദേഹം അന്നത്തെ ആ ഒരു പ്രവർത്തനങ്ങൾക്ക് ശേഷം പൂർണ്ണമായിട്ടും അവർ രംഗം ഉപേക്ഷിച്ചിട്ടില്ല. അതിനുള്ള പല റിസർച്ചുകളും അദ്ദേഹം ഫണ്ട് ചെയ്തിട്ടുണ്ട്. ആ റിസർച്ചുകളുടെയൊക്കെ ഫലം വന്നത് കുട്ടികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ, കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ, ഇത് രണ്ടും ഏറ്റവും കൂടുതൽ നടക്കുന്ന സമയം വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെയുള്ള സമയമാണ്. അപ്പോൾ ഈ സമയത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഏർപ്പെടുത്തണം. അതിനായി അദ്ദേഹം ആഫ്റ്റർ സ്കൂൾ സ്പോർട്സ് എന്നൊരു പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്ന സമയമാണ്. പക്ഷേ ഈ ആഫ്റ്റർ സ്കൂൾ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റ് മുഴുവൻ നടപ്പിലാക്കണമെങ്കിൽ ഒരുപാട് സാമ്പത്തികമായ ചെലവ് വരും. അത് അദ്ദേഹത്തെ കൊണ്ട് ഒറ്റയ്ക്ക് നടത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ സഹായം വേണം. പക്ഷേ ഈ ഒരവസ്ഥയിൽ ഗവൺമെൻറ്റിൻ്റെ സഹായം പ്രതീക്ഷിക്കാൻ പറ്റില്ല. സാമ്പത്തികമായി ഗവൺമെൻറ് തകർന്നെടുക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമാ ഫീൽഡിലും മറ്റ് ബിസിനസ് മേഖലകളിലുള്ളൊക്കെ സുഹൃത്തുക്കളുടെ ഒക്കെ സഹായം നേടി. ഒരുപാട് ആൾക്കാർ സഹായിക്കുകയും ചെയ്തു. ചില ആൾക്കാർ സഹായിക്കാം എന്ന് പറഞ്ഞു, പിന്നെ സഹായമൊന്നും ഉണ്ടായില്ല. അതിൽ രസകരമായ ഒരു അനുഭവം, അദ്ദേഹം ടെർമിനേറ്റർ എന്നുള്ള സിനിമയുടെ ആദ്യത്തെ പ്രൊഡ്യൂസർ, ഇപ്പം അതിൻ്റെ നിർമ്മാണാവകാശം മറ്റൊരു ആൾക്കാണ്. അയാൾ $10 ലക്ഷം സംഭാവന ചെയ്യുകയും ചെയ്തു. ആദ്യത്തെ പ്രൊഡ്യൂസറുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ അർണോൾഡിൻ്റെ അടുത്തൊരു 3 പേജുള്ള ഒരു നോട്ടുണ്ട് ഈ കാര്യങ്ങളെ കുറിച്ച്. അർണോൾഡ് ആ നോട്ടൊക്കെ പോക്കറ്റിൽ നിന്ന് എടുത്തു, അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു. എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ അപ്പുറത്തെ സീറ്റിൽ മറ്റേ ആളിരുന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ്. കുറച്ച് നേരം അർണോൾഡ് വെയിറ്റ് ചെയ്തു. അയാൾ പെട്ടെന്ന് ഉണർന്നു. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ മനസ്സിലാക്കി, ഞാൻ വേണ്ടത് ഉടനെ ചെയ്യാം. അത്ര തന്നെ, കൂടുതലൊന്നും ഉണ്ടായില്ല, കൂടുതൽ പ്രതീക്ഷിച്ചുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് അർണോൾഡ് മറ്റൊരു തീരുമാനം എടുക്കുന്നത്. ഒരു വോട്ടേഴ്സ് പ്രോപ്പോസിഷൻ കൊണ്ടുവരണം. കുട്ടികളുടെ ആഫ്റ്റർ സ്കൂൾ സ്പോർട്സിനുള്ള സാമ്പത്തികം ഗവൺമെൻറ് വഹിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രോപ്പോസിഷൻ. അങ്ങനെ അത്തരമൊരു പ്രോപ്പോസിഷൻ അർണോൾഡിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ്. പ്രോപ്പോസിഷൻ നമ്പർ 48 കാലിഫോർണിയ സ്റ്റേറ്റിൽ. അതിന് അദ്ദേഹം വ്യാപകമായ പ്രചാരം കൊടുത്തു. അദ്ദേഹത്തിനോടൊപ്പം ഒരുപാട് ആൾക്കാരും അണിചേർന്നു, പ്രത്യേകിച്ച് ടീച്ചേഴ്സ് യൂണിയൻ്റെ ആൾക്കാർ. കാരണം ടീച്ചേഴ്സ് യൂണിയൻ്റെ ആൾക്കാരുടെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, നിങ്ങളിതിന് സാമ്പത്തിക സഹായമല്ല വേണ്ടത്, നിങ്ങളിതിന് ജനങ്ങളുടെ ഇടയിൽ ഈ ആശയം പ്രചരിപ്പിക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളും നിങ്ങൾ തന്നെയായിരിക്കും. കാരണം കുട്ടികൾക്കിടയിൽ ഈ അക്രമവാസനയും കുറ്റകൃത്യങ്ങളും ഒക്കെ കൂടുമ്പോൾ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് അൾട്ടിമേറ്റ്ലി ടീച്ചേഴ്സാണ്. കുട്ടികളെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും.
അത് ഒഴിവാക്കുന്നതിന് കുട്ടികളെ നല്ല വഴിക്ക് കൊണ്ടുപോകാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഇതാണ്. കുട്ടികൾക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കുക, കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുക്കുക. ഈ ക്യാമ്പയിന്റെ കൂട്ടത്തിൽ അദ്ദേഹം ഒരു സംഭവം കൂടി ഉൾപ്പെടുത്തി. ആഫ്റ്റർ സ്കൂൾ സ്പോർട്സിന്റെ കൂടെ അദ്ദേഹം മറ്റൊരു പരിപാടിയും കൂടി ഉൾപ്പെടുത്തി. അത് കുട്ടികളെ ഒന്നുകൂടി ആകർഷിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. അതായത് ഈ പല കുട്ടികൾക്കും, എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കില്ല. പഠനത്തിന് മുന്നിട്ട് നിൽക്കുന്നവരുണ്ടാവും, അവരോടൊപ്പം എത്താൻ കുറച്ചുകൂടി സമയം വേണ്ട ആൾക്കാരുണ്ടാവും. ആ സമയം വേണ്ട ആൾക്കാർക്ക് ഉള്ള ഒരു പ്രത്യേക കോച്ചിങ് സംവിധാനം, അതും ഇതിൻ്റെ ഭാഗമായി നടപ്പിലാക്കണം എന്നുള്ള അർണോൾഡിൻ്റെ ആഗ്രഹമാണ്. അങ്ങനെ പല പദ്ധതികളുമായി അർണോൾഡ് മുന്നോട്ട് പോകുന്ന സമയത്താണ് പെട്ടെന്നൊരു ദിവസം ഒരു ന്യൂസ് വരുന്നു. അമേരിക്കയിലെ നാഷണൽ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന 45 കോടി ഡോളർ ഈ കുട്ടികളുടെ സ്പോർട്സിന് വേണ്ടി ഉൾപ്പെടുത്തിയിരുന്നത് അന്നത്തെ പ്രസിഡന്റ് ജോർജ് ബുഷ് ജൂനിയർ, ആദ്യം അർണോൾഡിനോട് വർക്ക് ചെയ്ത ആളല്ല, അയാളുടെ മകൻ, പിൻവലിച്ചിരിക്കുന്നു. ഉടനെ തന്നെ അർണോൾഡ് നേരെ വാഷിങ്ടണിലേക്ക് പോയി. പക്ഷെ ആ സമയത്ത് നമ്മുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ചീഫ് ഒരു ഉപദേശം കൊടുത്തു: ഒരിക്കലും നിങ്ങൾ ഇങ്ങനൊരു പ്രവർത്തനത്തിന് നിൽക്കരുത്. കാരണം ഇങ്ങനൊരു പ്രവർത്തനം നിങ്ങൾ ബുഷിനെതിരാണ് എന്നൊരു അവസ്ഥ ഉണ്ടാക്കും. അത് നിങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും. അർണോൾഡ് പറഞ്ഞു, ഇക്കാര്യത്തിൽ എൻ്റെ രാഷ്ട്രീയ ഭാവിയല്ല, കുട്ടികളുടെ ഭാവിയാണ് എനിക്ക് മുഖ്യം. അതുകൊണ്ട് ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. വാഷിങ്ടണിലെത്തി ആദ്യമായി കണ്ടത് ബിൽ യങ് എന്ന US കോൺഗ്രസ് അപ്രോപ്രിയേഷൻ കമ്മിറ്റി ചെയർമാനെയാണ്. അവർ നേരത്തെ പരിചയക്കാരാണ്. അർണോൾഡിനെ പോലെ തന്നെ സാമൂഹ്യ സേവന രംഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ബിൽ യങ്ങും അദ്ദേഹത്തിൻ്റെ വൈഫ് ബെവർലിയും. അവരുടെ പ്രധാന മേഖല എന്ന് പറയുന്നത് ആശുപത്രികളിലെല്ലാം കിടക്കുന്ന വൃദ്ധജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നാണ്. പിന്നെ അവർക്ക് രണ്ടുപേർക്കും വേറൊരു പ്രത്യേകതയുള്ളത്, ഇതൊന്നും പബ്ലിസിറ്റിക്ക് ഉപയോഗിക്കാറില്ല. ഞാൻ കുട്ടികൾക്ക് വേണ്ടി അത് ചെയ്തു എന്നും പറഞ്ഞ് 4 ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കലും TV-യിൽ കൊടുക്കുന്ന രീതിയല്ല അർണോൾഡ്. അതുപോലെ തന്നെ വൃദ്ധജനങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നതൊക്കെ ചെയ്തു എന്ന് മറ്റവരും ഒരിക്കലും പബ്ലിസിറ്റി കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ മാനസികമായിട്ട് വലിയൊരു അടുപ്പത്തിലാണ്. അർണോൾഡ് നേരെ ബിൽ യങ്ങിൻ്റെ ഓഫീസിലെത്തി. അർണോൾഡിനെ കണ്ടപ്പോഴേ ബിൽ യങ് പറഞ്ഞു, വന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി, ഇവിടെ ഇരിക്കേ, ഞാനൊരു കഥ പറയാം. അർണോൾഡ് ആശ്ചര്യത്തോടെ അവിടെ ഇരുന്നു. ഈ ബുഷിൻ്റെ തീരുമാനമൊക്കെ എടുത്ത് അന്ന് വൈകുന്നേരം ഞാൻ വീടെത്തിയപ്പോൾ എൻ്റെ ഭാര്യ ബെവറി എന്നോട് പറഞ്ഞു, കുട്ടികളുടെ സ്പോർട്സിനുള്ള പൈസ കട്ട് ചെയ്തോ? പ്രസിഡന്റിൻ്റെ തീരുമാനം അങ്ങനെയാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. നമുക്കതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്താം. ഒരേ ചർച്ചയും വേണ്ട, അത് പുനഃസ്ഥാപിക്കണം. ഭാര്യ പറഞ്ഞതിന് അനുസരിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് താങ്കൾ ആ ഒരു കാര്യത്തിൽ ഉത്കണ്ഠപ്പെടേണ്ട, എന്നാൽ കഴിയുന്നത് ഞാനത് ചെയ്യും, അത് പുനഃസ്ഥാപിച്ചിരിക്കും. ഒപ്പം ബിൽ യങ് മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞു. ഇതിനിടയിൽ കാലിഫോർണിയ സ്റ്റേറ്റിൽ ഇലക്ഷൻ കഴിഞ്ഞു. ഗ്രേ ഡേവിസ് വീണ്ടും അധികാരത്തിൽ വന്നിരുന്നു. അത് നമ്മുടെ അഭിപ്രായ സർവേയിൽ കണ്ടതുപോലെ തന്നെയാണ്. പക്ഷേ അദ്ദേഹം അധികാരത്തിൽ കയറി അധികം വൈകുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു റീകോൾ പ്രൊപ്പഗൻഡ ആരംഭിച്ചു. അതായത് അമേരിക്കയുടെ ഭരണഘടന അനുസരിച്ച് അധികാരസ്ഥാനത്തിരിക്കുന്ന ആരെയും ജനങ്ങൾക്ക് തിരിച്ചു വിളിക്കാൻ അധികാരമുണ്ട് ഒരു ഇലക്ഷൻ നടത്തിയിട്ട്. ഇവിടെയും ശരിക്കും അങ്ങനെ ഒന്ന് വേണ്ടതാണ്. എന്ത് ചെയ്യുക? ബിൽ യങ് അർണോൾഡിനോട് പറഞ്ഞു, അപ്പോൾ ഫണ്ടിൻ്റെ കാര്യം തീരുമാനമായല്ലോ, ഇനി എനിക്ക് പറയാനുള്ളത് മറ്റു ചില കാര്യങ്ങളാണ്. റീകോൾ ക്യാമ്പയിൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, താങ്കൾ അതിലിടപെടണം, അതിന് പ്രോത്സാഹനം കൊടുക്കണം. അങ്ങനെ ആ റീകോൾ ക്യാമ്പയിൻ വിജയിക്കണമെങ്കിൽ ഏകദേശം 9 ലക്ഷം വോട്ടുകൾ അതിന് കിട്ടണം. എന്നാലേ റീകോൾ ഇലക്ഷൻ നടക്കുകയുള്ളൂ. അതായത് ഗവൺമെൻറ് റീകോൾ ഇലക്ഷൻ നടത്താൻ തീരുമാനിക്കണമെങ്കിൽ ഈ പ്രോപ്പോസിഷന് 9 ലക്ഷം വോട്ടുകൾ കിട്ടണം. അതിനായിട്ട് താങ്കൾ കുറച്ച് പണം ചെലവഴിക്കേണ്ടി വരും. പക്ഷേ താങ്കൾ നേരിട്ടൊരു ഇലക്ഷന് മത്സരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ലാഭമാണ്. ശരിക്കും ഒരു ഗവർണർ ഇലക്ഷന് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം $6 കോടി വേണം. ഇതൊരു $2 കോടി ചെലവാക്കിയാൽ മതിയാവും. പിന്നെ ഇതിൻ്റെ വേറൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ റീകോൾ ഇലക്ഷനിൽ പ്രൈമറി ഇലക്ഷൻ ഇല്ല.
ഓരോ പാർട്ടിയിൽ നിന്നും ആര് മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രൈമറി ഇലക്ഷൻ ഗവർണർക്കും പ്രസിഡന്റിനും അവിടെ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. റീകോൾ ഇലക്ഷനിൽ അതില്ല. അപ്പോൾ അത് അർണോട്ടിന് പുതിയൊരു അറിവാണ്. റീകോൾ ഇലക്ഷൻ മറ്റേ ഇലക്ഷൻ പോലെ, സാധാരണ ഇലക്ഷൻ പോലെ തന്നെയാണെന്നാണ് അർണോൾഡ് അതുവരെ വിചാരിച്ചു വെച്ചിരുന്നത്. അങ്ങനെയല്ല എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇവിടെ റീകോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പ്രൊപ്പോസിഷൻ വിജയിച്ചാൽ 80 ദിവസത്തിനകം ചെയ്തിരിക്കണം. കൊടുക്കുന്ന ബാലറ്റ് പേപ്പറിൽ 2 ചോദ്യങ്ങളാണ് ജനങ്ങളോട് ചോദിക്കുക. ഒന്ന്, ഗവർണറെ റീകോൾ ചെയ്യണമോ? അവിടെ ജനങ്ങൾ യെസ് അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കും. യെസ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ പിന്നെ താഴത്തെ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. അങ്ങനെ ഗവർണറെ റീകോൾ ചെയ്യണമെങ്കിൽ പകരം താഴെ കാണുന്നതിൽ ആരെയാണ് നിങ്ങൾ ഗവർണറായിട്ട് തിരഞ്ഞെടുക്കുക? അവിടെ ഒരുപാട് ആൾക്കാർ നോമിനേഷൻ കൊടുത്ത ഒരുപാട് ആൾക്കാരുടെ പേരുണ്ടാവും. അവിടെ താങ്കൾക്കൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. കാരണം ഇതിന് മറ്റേ ഇലക്ഷൻ പോലെ ഒരുപാട് ക്യാമ്പയിനൊന്നും നടക്കില്ല. ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരാളാണ് താങ്കൾ. അതുകൊണ്ട് തന്നെ താങ്കൾക്ക് അവിടെ ചാൻസ് വരും. അർണോൾഡ് അതിനെക്കുറിച്ച് ഒന്ന് സീരിയസ് ആയിട്ട് ആലോചിച്ചു. പക്ഷേ അതിലെ ഒരു പരിപാടി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം തന്നെ പൈസ മുടക്കി ഗവർണറെ താഴെ ഇറക്കി പകരം ഗവർണറാവുന്ന ഒരു സിസ്റ്റം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു അതിനോട് എനിക്ക് താല്പര്യമില്ല. മാത്രമല്ല ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി നടന്നിരുന്നു. ടെർമിനേറ്റർ 3 എന്ന സിനിമ, അത് അർണോൾഡിൻ്റെ ഹാർട്ട് സർജറി കഴിഞ്ഞപ്പോൾ നീണ്ടുപോയതാണ്. അതിൻ്റെ ഇപ്പോഴത്തെ നിർമ്മാണാവകാശമുള്ള വ്യക്തി വിളിച്ചിരുന്നു. താങ്കൾ ഗവർണറാവാൻ മത്സരിക്കുകയാണ് എന്നൊരു ശ്രുതി കേട്ടു, മിക്കവാറും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എനിക്ക് താങ്കൾക്കെതിരെ കേസ് കൊടുക്കേണ്ടി വരും. അർണോൾഡ് ചോദിച്ചു അതെന്താ? അത് ടെർമിനേറ്റർ 3 എന്ന സിനിമ താങ്കൾ നേരത്തെ അഗ്രിമെൻ്റ് എഴുതിയാണ്, അത് നീണ്ടുപോയി. പിന്നെ ഇപ്പോൾ പഴയ ആളുടെ നിന്ന് ഞാൻ അതിൻ്റെ നിർമ്മാണാവകാശം ഏറ്റെടുത്തു. താങ്കൾ സ്റ്റാറാവും എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ അതിൻ്റെ വിതരണം, അതുപോലെ അതിൻ്റെ വീഡിയോ അവകാശം, ഇതെല്ലാം ഞാൻ കോടിക്കണക്കിന് ഡോളറിന് വിറ്റ് കഴിഞ്ഞു. ഇനി താങ്കൾ അഭിനയിച്ചില്ലെങ്കിൽ അവരൊക്കെ എനിക്കെതിരെ കേസ് കൊടുക്കും. എനിക്കെതിരെ കേസ് കൊടുത്താൽ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. ഞാൻ താങ്കൾക്കെതിരെ കേസ് കൊടുക്കും. അപ്പം ഇത്തരം ഒരു സംഭവം കൂടി മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഗവർണർ ഇലക്ഷന് മത്സരിക്കേണ്ട എന്ന് അദ്ദേഹം തീരുമാനമെടുത്തു. പക്ഷേ ആഫ്റ്റർ സ്കൂൾ സ്പോർട്സിനുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പ്രൊപ്പോസിഷൻ 48 മുന്നോട്ട് കൊണ്ടുപോയി. അത് 57.5% വോട്ടോടെ വിജയിക്കുകയും ചെയ്തു. അതോടെ കാലിഫോർണിയ ഗവൺമെൻറ് അതിന് പൈസ കൊടുക്കാൻ നിർബന്ധിതരായി. ബിൽ യങ്ങിൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ അദ്ദേഹം പോയത് മറ്റൊരു ബില്ലിനെ കാണാനാണ്, ഒരു ബിൽ തോമസ്. അദ്ദേഹവും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു നേതാവാണ്. അമേരിക്കൻ കോൺഗ്രസിൻ്റെ തന്നെ ഒരു കമ്മിറ്റിയുടെ ചെയർമാനാണ്. പക്ഷേ ഇവർ തമ്മിൽ കേട്ടിട്ടേ ഉള്ളൂ, നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല. അവിടെ നിന്ന് സംസാരിക്കുന്നതിനിടയിൽ ബിൽ തോമസ് ബിൽ യങ് പറഞ്ഞതിന് വിപരീതമായിട്ടാണ് പറയുന്നത്. അവിടെ റീ ഇലക്ഷനൊന്നും നടക്കാൻ പോകുന്നില്ല, റീകോളിംഗ് നടക്കില്ല. അതുകൊണ്ട് താങ്കൾ ഗവർണറാവും എന്നുള്ള വിചാരം വേണ്ട. ഈ രാഷ്ട്രീയത്തിൽ ഒരേ പാർട്ടിക്കകത്ത് തന്നെ ഗ്രൂപ്പ് വഴക്കുകളും വടംവലികളും ഒക്കെ ഉണ്ടാവുമല്ലോ. അത്തരം വടം വലിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരാണ് ഈ 2 ബില്ലുകളും. ഒരാൾ പറയുന്നതിന് വിപരീതമാണ് മറ്റേ ആൾ പറയുക. താങ്കൾക്ക് ഞാനൊരു ആളെ പരിചയപ്പെടുത്തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം അർണോൾഡിനെ വിളിച്ചുകൊണ്ട് താഴത്തെ നിലയിലേക്ക് വന്നു. ഒരു ലേഡിയെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇതാണ് മിസസ് കോണ്ടലീസ റൈസ്. നമുക്കറിയാം അമേരിക്കയിലെ ലോക പ്രശസ്തയായ ഒരു നേതാവായിരുന്നു. ഇവരായിരിക്കും അടുത്ത ജനുവരി ഇലക്ഷനിൽ കാലിഫോർണിയ സ്റ്റേറ്റിൻ്റെ ഗവർണർ കാൻഡിഡേറ്റ്. അതായത് അർണോൾഡിനെ ഒരു കാരണവശാലും ഗവർണറാക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ് ബിൽ തോമസ്. പക്ഷെ ഇതിനിടയിൽ മറ്റൊരു കോടീശ്വരൻ, അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് തന്നെയാണ്, കോൺഗ്രസ് മെമ്പറാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പാർലമെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്, രാഷ്ട്രീയ പാർട്ടിയല്ല. അദ്ദേഹം
ബിൽ യങ് പറഞ്ഞ് അർണോൾഡിനോട് ആവശ്യപ്പെട്ട കാര്യം ആരും ആവശ്യപ്പെടാതെ അദ്ദേഹം നടപ്പിലാക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് അവിടുന്ന് ഗ്രേ ഡേവിസിനെ ഒഴിവാക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അദ്ദേഹം ആ റീകോൾ പ്രപ്പോസൽ ഏറ്റെടുത്തു, വ്യാപകമായ പ്രചാരണം കൊടുത്തു, അതിനുവേണ്ടിയുള്ള പൈസ അദ്ദേഹം തന്നെ ചെലവഴിച്ചു. അതിൻ്റെ ഫലമായി 2003 ഏകദേശം പകുതിയോടെ റീകോൾ പ്രപ്പോസൽ പാസ്സായി. ഗ്രേ ഡേവിസിന് രാജിവെച്ചേ പറ്റൂ എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തി. ഈ സമയത്ത് ടെർമിനേറ്റർ 3യുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു. അർണോൾഡ് ലോകവ്യാപകമായിട്ട് അതിൻ്റെ പ്രൊമോഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുവരെ പോവാത്ത ഒരു രാജ്യത്തിലൂടെ ആ സമയത്ത് അദ്ദേഹം പോയി. അത് ഇറാഖാണ്. കാരണം ഇറാഖ് ആ സമയത്ത് അവിടുത്തെ ഏകാധിപതിയായ സദ്ദാം ഹുസൈനെ തോൽപ്പിച്ച് അമേരിക്ക ഇറാഖിൻ്റെ അധികാരം പിടിച്ചെടുത്തിരുന്നു. മറ്റൊരു രാജ്യത്തെ ആക്രമിച്ചതിനുള്ള കൂലി ഭംഗിയായിട്ട് കൊടുത്തു. അമേരിക്കയുടെ ഒരു കോളനി പോലെയാണ് ആ സമയത്ത്. പിന്നീട് അതൊക്കെ മാറി. ഇപ്പോൾ അവിടെ ആ രാജ്യത്തിൻ്റെതായ ഭരണകൂടമുണ്ട്. അവിടെ വെച്ച് നടന്ന ഒരു പ്രൊമോഷൻ മീറ്റിങ്ങിൽ അർണോൾഡ് വളരെ രസകരമായിട്ടൊരു കാര്യം പറഞ്ഞു. വല്ലാത്തൊരവസ്ഥയാണ് ഈ രാജ്യത്തിന്. ചെലവാക്കാൻ പണവുമില്ല, നയിക്കാനൊരു നേതാവുമില്ല. ഏകദേശം എൻ്റെ കാലിഫോർണിയ സ്റ്റേറ്റിൻ്റെ അവസ്ഥ തന്നെ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് നല്ല മീഡിയ കവറേജ് കിട്ടി. അമേരിക്കയിലെയും മറ്റ് യൂറോപ്യൻ കൺട്രീസിലെയൊക്കെ പ്രധാന പത്രങ്ങളും TV, റേഡിയോ മീഡിയയൊക്കെ അത് വളരെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു. തിരിച്ച് അമേരിക്കയിലെത്തിയ അർണോൾഡ് തീരുമാനമെടുക്കുന്നു. കാരണം റീകോൾ പെറ്റീഷൻ പാസ്സായി കഴിഞ്ഞു, റീ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അർണോൾഡ് എടുത്ത തീരുമാനമാണ്, ഇനി ഈ കാര്യങ്ങളൊക്കെ മറിയായിട്ടൊന്ന് ചർച്ച ചെയ്യണം.